യങ്ങാമീസ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രീ തെറാപ്പിയായ റൺ ബി ടി എസ് എപ്പിസോഡിന്റെ കംബാക്ക് അഥവാ 2.0 വേർഷൻ ആണ്. ബി ടി എസിന്റെ ട്രിപ്പ് സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡാണ് നമ്മുടെ ഇന്നത്തെ വേട്ടമൃഗം. അപ്പോ അധികം വൈകാതെ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഒരു വീട്ടിലേക്ക് കയറി പോകുന്നതാണ് കാണിക്കുന്നത്. ജേഹോപ്പ് നേരെ സീലിങ്ങിന്റെ പൊക്ക അളക്കാൻ പോയപ്പോഴേക്കും ഡിയർ ഡയറിയും ക്രഷും ചിമ്മിനിയും നേരെ പോയത് ഫ്രിഡ്ജിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാനായിരുന്നു. അപ്പോഴേക്കും സുഖം അവിടെ വന്ന് ചെറുതായി ഒന്ന് എത്തി നോക്കിയിട്ട് അങ്ങനെ അവിടെ നിന്ന് പോവാണ്. ആ സമയം ജിന്നേട്ടൻ അവിടെ ഒന്ന് ചെക്ക് ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഇതിനകത്ത് കയറി ഞങ്ങള് കണ്ടില്ലല്ല. പോട്ടെ. എന്നിട്ട് ചേട്ടന്മാര് മൂന്നുപേരും റൂം നോക്കാനായി പോവാണ്. ആ സമയം ഹ്യോങ് ലൈനിലെ മഗ്നയായിട്ടുള്ള ജൂൺ വന്നിട്ട് ആദ്യം ഫുഡ്, എന്നിട്ട് നമുക്ക് റൂം കാണാൻ പോവാം എന്നും പറഞ്ഞ് ഒരു പീസ് പിസയും എടുത്ത് നേരെ പോവാണ് റൂം കാണാനായിട്ട്. കൂട്ടത്തില് ഡിയർ ഡയറി ചെറുക്കനും കൂടെ ഉണ്ട് കേട്ടാ. താഴെ ഒരു റൂമും മുകളിൽ 2 റൂമും ചേർന്നതാണ് ആ വീട്. റൂം എല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് റൂം എങ്ങനെ ഇനി സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ പറ്റി പ്ലാൻ ഇടുമായിരുന്നു. ഓരോ മെമ്പേഴ്സും ഓരോ ഐഡിയ പറയുന്നുണ്ട്. ആ സമയം ജിന്നേട്ടൻ ഒരു ഐഡിയ പറയുകയാണ്, നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്ന റൂമിൽ നമുക്ക് കിടന്നുറങ്ങാം. അതായത് രമണ, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റൂമിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നു. അവിടെ ഇനി എത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിലും കുറവ് ബെഡേ ഉള്ളെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അതിനകത്ത് തന്നെ നിൽക്കണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂട്ടത്തില് നല്ലൊരു ഐഡിയ ആയിരുന്നത് കൊണ്ട് എല്ലാവരും അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാണ്. ജൂണിച്ചനൊഴികെ. പുള്ളിക്ക് കുറച്ച് വിശാലമായി കിടന്നുറങ്ങുന്നതാണ് ഇഷ്ടം. പുള്ളി ഇപ്പോൾ സ്ലീപ്പിങ്ങിന്റെ കാര്യത്തിൽ കുറച്ച് സെൻസിറ്റീവ് ആണ്. ഇപ്പോഴെന്നല്ല, പുള്ളി പണ്ടേ അങ്ങനെയാണ്. അടുത്തൊന്ന് ആരെയും കിടത്തി ഉറക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ആ ഏലിയന്. ജിമിൻ ഈ ഐഡിയ ഡീല് പറയുമ്പോൾ എല്ലാരും അക്സെപ്റ്റ് ചെയ്യാണ്. എന്നാൽ ആറമ്മ മാത്രം ഈ ഐഡിയ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് ദയനീയമായ ഒരു നോട്ടം നോക്കുന്നുണ്ട്. വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ഇനി ആരാദ്യം പോവുക എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ജിന്നേട്ടൻ പറയാണ്, എന്നാ ആദ്യം മഗ്നെ പോട്ടെ. ഇത് കേട്ടതും ജിന്നേട്ടനോട് പറയാണ്, അപ്പൊ എന്നാ എഴുന്നേറ്റ് പൊക്കോന്ന്. ഇത് കേൾക്കേണ്ട താമസം. ഫേക്ക് മഗ്നെ ആയതുകൊണ്ട് ജിന്നേട്ടനും മറുത്തൊന്നും പറയുന്നില്ല. അങ്ങനെ 6 പേര് നേരെ കിച്ചണിലോട്ട് പറഞ്ഞു വിട്ടിട്ട് ജിന്നേട്ടന് റൂം പിക്ക് ചെയ്യാൻ പോവാണ്. ആദ്യം 2 ബെഡ്സ് ഉള്ള താഴത്തെ റൂമിലാണ് പോകുന്നെങ്കിലും അത് സെലക്ട് ചെയ്യാതെ നേരെ പോകുന്നത് മുകളിലത്തെ 2 ബെഡ്സ് മാത്രമുള്ള റൂമിലേക്കാണ്. അതിനിടയിൽ ഇവിടെ കിച്ചണിൽ റൂം പിക്കിംഗ് പ്ലാൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ആ സമയം ഇവിടെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. ഗൈസ്, വേറൊന്നുമല്ല, ഒരു കള്ളപ്പൂച്ച അവിടെ നിന്ന് ഓറഞ്ച് കഴിക്കുന്നേ. ഇതേ നോക്കിക്കേ. അങ്ങനെ ജിന്നേട്ടന്റെ റൂം പിക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോ അടുത്തത് ആരാ പോവേണ്ടെന്ന് ചോദിക്കുന്ന സമയം ജൂണിച്ചനെ ചൂണ്ടിയിട്ട് മഗ്നയാണ് പോവാനുള്ളതെന്ന് പറഞ്ഞ് ആ പാവത്തിന് ഓട്ടിക്കാണ്. അങ്ങനെ പാവൻ ജൂണിച്ചൻ അടുത്തായിട്ട് റൂം പിക്ക് ചെയ്യാൻ പോവാണ്. ഇത് ഏത് ഓർഡറിനാ പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല. ഇത് സ്പെഷ്യലായിട്ട് പറഞ്ഞ ടേയുടെ ഓർഡറാണ്. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു ടൈപ്പ് ഓർഡർ, അഥവാ ഏലിയൻ ഓർഡർ. ആദ്യം എക്സൈറ്റഡ് ആയി സ്റ്റെയർ വഴി ഓടി മുകളിലോട്ട് കയറിയിട്ട് അതേ സ്പീഡിൽ തിരിച്ചു വന്ന് താഴത്തെ 2 ബെഡ്സ് ഉള്ള റൂമിൽ കയറാണ് നമ്മുടെ ലീഡർ. അവിടെ നല്ല തണുപ്പാണ് എന്നാണ് അണ്ണന്റെ വാദം. അടുത്ത റൂം പിക്ക് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ജിമിൻഷിയാണ്. ആദ്യം തന്നെ കാലിൽ കിടന്ന ചെരുപ്പങ്ങ് ഒരു കയ്യിലെടുത്ത് നേരെ താഴത്തെ റൂമിൽ ചെവി വെച്ച് നോക്കാണ്. ഈ സമയം ആ റൂമിനകത്ത് നോക്കിക്കഴിഞ്ഞാ ആ കട്ടില് കരക്കടിഞ്ഞ തിമിംഗലത്തിന്റെ പോസില് അങ്ങനെ കിടക്കാണ് നമ്മുടെ ജൂണിച്ചൻ. അങ്ങനെ ആമീസിന് പുതിയൊരു മീം ഐറ്റം കിട്ടി. ഇപ്പൊ ജിമിൻഷി അവിടുന്ന് സ്റ്റെയർ വഴി ഡക്ക് നട വെച്ച് മുകളിൽ കയറാണ്. എന്നിട്ട് ആ ഡക്ക് നടയോടെ തന്നെ നേരെ ജിന്നേട്ടൻ കയറി അതേ റൂമിൽ കയറാണ്. ജിന്നേട്ടനാണെങ്കിൽ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞാൻ ഇവിടെ ഒറ്റയ്ക്കായിരിക്കണേന്ന്. ആ സ്വപ്നം എല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർത്തെറിഞ്ഞാണ് ജിമിന്റെ ആ എൻട്രി. ഇനി അടുത്ത് ആണ് റൂം പിക്ക് ചെയ്യാൻ പോകുന്നത്. മുകളിലോട്ടൊന്ന് നോക്കിയിട്ട് നേരെ വന്നൊരു ഡോറ് തുറക്കുമ്പോ അത് ബാത്റൂം. ഇങ്ങനെ റൂമെല്ലാം നോക്കാൻ പോയ സമയം എന്താലോചിച്ചോണ്ടിരിക്കായിരുന്നു എന്തോ. ആ നാണക്കേട് കാരണമാണെന്ന് തോന്നുന്നു അടുത്ത് കണ്ട റൂം അങ്ങനെ തുറക്കാൻ പോവാണ്. ഹറമ്മയുടെ പ്രാർത്ഥന വഴിപാടായി ഇരിക്കുന്നുണ്ട്. ബട്ട് എല്ലാം കാറ്റിൽ പറത്തി കണ്ട് അതിനകത്ത് കയറി. പിന്നെ ഇനി ചിരിച്ചല്ലേ പറ്റുള്ളൂ എന്ന വിഷമത്തില് ജൂണി ചിരിക്കാണ്. നെക്സ്റ്റ് ജെയ്ക്കയുടെ ഊഴായിരുന്നു. താഴെ ഒന്നും നോക്കാതെ നേരെ അന്നനട വെച്ച് മുകളിലേക്കാണ് പോകുന്നത്. നേരെ പോയി മുകളിലുള്ള 3 ബെഡ്സ് ഉള്ള റൂമിനകത്ത് കയറാണ് ആശാൻ. പിന്നെ ആരും ആ റൂം സെലക്ട് ചെയ്യാത്തോണ്ടുള്ള കുക്കിയുടെ ഒരു ഹാപ്പി ഡാൻസ് ഉണ്ട്. അങ്ങനെ 5 മെമ്പേഴ്സ് 3 റൂമിലായി ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഇനി 2 പേരേ ഉള്ളൂ. ഇപ്പോ യൂങ്കിച്ചന്റെ ചാൻസ് ആണ് വരുന്നത്. 3 റൂമും കാണിച്ച 5 പേര് നല്ല നെർവസ് ആയി നിൽക്കാണ്. ജിനേടനെയും ചിമ്മിനെയും കാണിച്ച മിസ് യൂണിവേഴ്സ് പ്രോഗ്രാമില് വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന സമയം ഫൈനലിസ്റ്റ് നിൽക്കുന്ന അതേ പോസ്റ്റിൽ നിൽക്കാണ്. അവരുടെ 3ന്റെയും പ്രാർത്ഥന ദൈവം കേട്ടു.
യുങ്കിച്ച നേരെ വരുന്നത് താഴത്തെ 2 ബെഡ് മാത്രമുള്ള ടേജൂണ് സെലക്ട് ചെയ്ത സെയിം റൂമാണ്. യുങ്കിച്ചനെ കണ്ടതും ഓൾറെഡി ബെഡിൽ വീണു. ജൂണാണെങ്കിൽ തലയിലൊക്കെ കൈവച്ച് അങ്ങനെ ബെഡിൽ വീഴാണ്. ഒരാൾ കൂടെ ഓൾറെഡി റൂം സെലക്ട് ചെയ്തു. അത് തങ്ങളുടെ റൂം അല്ല എന്നറിഞ്ഞപ്പോ മറ്റു മെമ്പേഴ്സ് ആഘോഷിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ജേഹോപ്പാണ് റൂം പിക്ക് ചെയ്യാനുള്ളത്. ആദ്യം താഴത്തെ റൂമിന് അടുത്ത് വരെ വന്നിട്ട് മുകളിലേക്ക് പോവാണ്. അതായത് എല്ലാ മെമ്പേഴ്സിനും ഒരു മിനി ഹാർട്ട് അറ്റാക്ക് ഫ്രീ ആയി കൊടുക്കുക എന്നതാണ് നമ്മുടെ സൂര്യന്റെ ലക്ഷ്യം. എന്നിട്ട് നേരെ താഴത്തെ അതേ റൂം നമ്മുടെ തേജോണും ഇപ്പൊ സുഖയും സെലക്ട് ചെയ്ത ആ സെയിം റൂമിൽ കയറി പോവാണ്. ആദ്യം ടേയെ മാത്രം കണ്ട് കയറുന്ന പാവ ഹോബ നല്ല ഹാപ്പിയിലെ ടേക്ക് കൈ കൊടുക്കാൻ പോകുമ്പോ ഒളിച്ചു നിന്ന നംജോണും സുഖയും കൂടെ ഇറങ്ങി വരികയാണ്. അങ്ങനെ ബെഡിലോട്ട് ചാടി വീഴ്ചയാണ് നമ്മുടെ ഹോബിച്ചൻ. ഇവിടെ എനിക്ക് ഡേജോ പഠിച്ചു ഗൈസ്, ഓർമ്മകൾ. അങ്ങനെ റൂം പിക്കിങ്ങില് ഒറ്റയ്ക്ക് 3 ബെഡ് കിട്ടി. ജാക്ക് പോട്ട് അടിച്ചേക്കുവാണ് ജെക്കെ. ആമീസിന്റെ ഒരു കാഴ്ചപ്പാടില് ഇങ്ങനെയായിരിക്കും അവര് കിടന്നുറങ്ങുക. ഇതെല്ലാം കഴിഞ്ഞ ശേഷം എല്ലാ മെമ്പേഴ്സും ടേബിളിന് ചുറ്റും ഇരുന്ന് ഓരോന്ന് പറയുന്നുണ്ട് അവരുടെ റൂം പിക്കിംഗ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട്. അപ്പൊ ജിന്നേടൻ ജെയ്ക്കയോട് പറയാണ്, നിനക്കിനി ആ 3 ബെഡ്സും കൂടെ കൂട്ടിയിട്ട് കിടക്കാമല്ലോ നല്ല സുഖമായിട്ട്. ഓരോ ഐഡിയാസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കലാണ്. അവൻ അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും. അപ്പോൾ ഹോബ് പറയാണ്, അങ്ങനെയാണെ രാത്രി ജൂണ് മിക്കവാറും നിന്റെ അടുത്ത് നുഴഞ്ഞു വന്ന് കിടക്കുമെന്ന്. ഇത് കേൾക്കാൻ കാത്തിരിക്കുക ജെയ്ക്ക്. എന്താ ഹോബ നിങ്ങൾ ഈ പറയുന്നത്? ഇതറിഞ്ഞ ഡിയർ ഡയറി ചെറുക്കൻ ഡബിൾ ഹാപ്പി. പിന്നെ ഒരു സോംബി ഗെയിം കളിക്കാണ്. ആ ഗെയിമിൽ തോക്കുന്ന ടീം എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ക്ലീൻ ചെയ്യണം. ആ ഗെയിം കളിക്കാനായിട്ട് 2 ടീം സെലക്ട് ചെയ്യാണ്. അതിനെ താഴെ കിടക്കുന്ന 4 പേര് ഒരു ടീമും മുകളിൽ കിടക്കുന്ന 3 പേര് വേറൊരു ടീം. ഗെയിം റെഫറി ആയിട്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്യാനായിട്ട് അതും അല്ലെങ്കിൽ ഫ്ലോട്ടർ ആയിട്ട് ഒരാളെ ഡിസൈഡ് ചെയ്യണം. അപ്പോ അതാരാന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റോക്ക് പേപ്പർ സിസർ കളിക്കാണ്. ഈ ഫ്ലോട്ടർ എന്ന് പറയുന്ന ആളുടേത് സേഫ് സോണാണ്. അതായത് രമണ, ആ ആള് സ്വിച്ച് ഓണും ഓഫും ആക്കിയാൽ മാത്രം മതി. ട്രെയിനിങ്ങിൽ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട, ഗെയിമും കളിക്കണ്ട. ഇത് മെമ്പേഴ്സ് തന്നെ ഡിസ്കസ് ചെയ്തുണ്ടാക്കിയ ഓരോ റൂൾസ് ആണ്. ആ സമയം ജെ.കെ പറയാണ്, ഫ്ലോട്ടർ ജസ്റ്റ് വരിക, ലൈറ്റ് ഓഫ് ആക്കുക, ഗുഡ് നൈറ്റ് പറയാ, പോവുക. അതായത് മിസ്റ്റർ ഗുഡ് നൈറ്റ്. ആദ്യത്തെ റൗണ്ട് പോയി, സെക്കൻഡ് റൗണ്ടും പോയി, തേർഡ് റൗണ്ടില് 3 മഗ്നിയും ഒറ്റയടിക്ക് തോക്കുവാണ്. ഇനി ചേട്ടന്മാര് തമ്മിലാണ് ഗെയിം. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ജെ.കെ പറയാണ്, ഇപ്പൊ ജിന്നേടൻ തോക്കും. പറഞ്ഞതുപോലെ 4th റൗണ്ടിൽ ജിന്നേടൻ ഔട്ടാവുകയാണ്. ഔട്ടായതിന്റെ കൽപ്പില് ജിന്നേടൻ പറയാണ്, നീ ആരടാ സൈക്കിക്കോ. അപ്പൊ വീണ്ടും ഇല്ലുമിനാറ്റി ജെ.കെ പറയാണ്, യുങ്കിച്ചനായിരിക്കും ഇതിലെ ജയിക്കാന്ന്. അങ്ങനെ ജെ.കെ പറഞ്ഞതുപോലെ തന്നെ ഫൈനൽ റൗണ്ടില് യുങ്കിച്ചൻ ജയിക്കാണ്. ഇത് കണ്ടതും ജെ.കെ എണീറ്റ് വന്നിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടന്നു. ഇന്ന് എനിക്ക് എന്തോ പവർ ഉണ്ടെന്ന്. ആ പവർ എന്താണെന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി. ആ സമയം ജിമിൻഷിയും പോകുന്ന വഴിക്ക് ഒരു പ്രഡിക്ഷൻ അങ്ങ് നടത്തുകയാണ്. എനിക്ക് തോന്നുന്നു ജെ.കെ ആയിരിക്കും ക്ലീൻ ചെയ്യേണ്ടി വരുന്നതെന്ന്. പക്ഷേ ആ ടീമില് ജിമിൻഷി ഉണ്ടെന്നുള്ള കാര്യം പാവൻ ചെമ്മിനി ആ സമയം ഓർത്തില്ല. സോ ടീം 2 സെറ്റായി. ആദ്യത്തെ ടീം സുഗ, ആറം, ജേഹോ, ടേ എന്ന മെമ്പേഴ്സ് ആണെങ്കിൽ രണ്ടാമത്തെ ടീം ജിന്ന്, ജിമിൻ, ജെ.കെ എന്നിങ്ങനെയായിട്ടാണ്. അതില് സിറ്റിസൺ ആദ്യം ആരാവോന്നറിയാൻ വേറൊരു ഗെയിമും കളിച്ച് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ആ ഗെയിം കളിച്ച് സെക്കൻഡ് ടീമാണ് ജയിക്കുന്നത്. അത് വെച്ചിട്ട് ടീം ഫസ്റ്റ് സോംബീസും ടീം സെക്കൻഡ് സിറ്റിസൺസും ആവുകയാണ്. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ആയതും ആദ്യത്തെ റൗണ്ടിൽ തന്നെ ജെ.കെ ഔട്ടാവുകയാണ്. ഇതെന്ത് മറിമായം, എനിക്ക് പ്രാന്തായതാണ്, അതേ നാട്ടുകാർക്ക് മൊത്തം പ്രാന്തായോ എന്നുള്ള മട്ടായിരുന്നു എനിക്ക് ആദ്യം അത് കണ്ടപ്പോ. ജിനേടനാണെങ്കിൽ അവിടെ ഉള്ള ടേബിളിന്റെ അടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എടാ തുരപ്പാ. സോ സെക്കൻഡ് റൗണ്ട് ആയപ്പോ ടേയും ജൂണും തമ്മിലടിയായി. പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലായി ഞങ്ങൾ സ്വന്തം ടീമിനെയാണ് അടിക്കുന്നതെന്ന്. സോ അതുകൊണ്ട് തന്നെ അവര് ഓപ്പോസിറ്റ് ടീമിനെ തിരക്കി പോവാണ്. അപ്പൊ ജിന്നേട്ടനും ജിമ്മിനും നേരെ സോഫയിലേക്ക് വരികയാണ്. ജിന്നയുടെ സോഫയിൽ നിൽക്കാനൊന്നും നിന്നില്ല, നേരെ കമന്നൊരൊറ്റ കിടത്തം. ആ സമയം ടേ വന്നിട്ട് ജിന്നേട്ടന്റെ ചന്തിക്ക് ചന്തീന്ന് വേണ്ട കുണ്ടീന്നാവല്ലോ ഒരൊറ്റ അടി വെച്ച് കൊടുക്കാണ്. മര്യാദയ്ക്ക് അവിടെ ടേബിളിനടിയിൽ ഇരുന്ന മനുഷ്യനാ അവിടെ അങ്ങനെ ഇരുന്നാ മതിയായിരുന്നു, പാവം. അങ്ങനെ ഫൈനൽ റൗണ്ടില് ജിമിനും ഔട്ടായി. ലാസ്റ്റ് ടീം 1 ജയിക്കാണ്. 1 മിനിറ്റ് 44 സെക്കൻഡിലാണ് അവർ ഓപ്പോസിറ്റ് ടീമിനെ തോപ്പിച്ചത്. സോ അടുത്ത ഗെയിം സ്റ്റാർട്ട് ആയതും ജൂണിച്ചൻ നേരെ അവരുടെ വായിൽ ചെന്ന് കയറിയതുപോലെ ആയിപ്പോയി. ജിന്നേട്ടൻ അടിച്ച് ജൂണിച്ചൻ ഔട്ടായി. ഈ സമയം ടേ എവിടെ പോയി എന്ന് നോക്കിയപ്പോ സുഖയുടെ പുറകിൽ അങ്ങനെ പോയി ഒളിച്ചിരിക്കാണ് കള്ളൻ. പക്ഷെ ഞാൻ അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജിമിൻ പില്ലോ എടുത്ത് എറിഞ്ഞ് അത് തപ്പി നടന്നപ്പോഴേക്കും സെക്കൻഡ് റൗണ്ട് ആയി. സെക്കൻഡ് റൗണ്ടില് ജിമിൻ ജേഹോപ്പിനെ ഔട്ടാക്കാണ്. ഇനി ആകെ ഔട്ടാവാൻ ബാക്കിയുള്ളത് ടെയോങ് മാത്രാണ്. പിന്നീട് അവിടെ കണ്ടത് സർജൻ കിം ടെയോങ്ങിന്റെ എസ്കേപ്പിംഗ് സ്കിൽസ് ആയിരുന്നു. ഒരു പൂണ്ട് വിളയാട്ടം. ഒറ്റൊരാളുടെ കയ്യിൽ പോലും പിടിക്കപ്പെടാണ്ട് നുഴഞ്ഞ് ചാടി ഓരോ എസ്കേപ്പും അത്രയും ടോപ്പ് നോച്ച് ആയിരുന്നു. തേർഡ് റൗണ്ട് ആയപ്പോഴേക്കും
ടേ സോഫയിൽ അകപ്പെട്ടിരിക്കുവാണ്. ഓപ്പോസിറ്റ് ടീമാണെങ്കിൽ ടേനെ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ടേ ചോദിക്കാണ്, ഇങ്ങനെ നിന്നാണോ സ്റ്റാർട്ടാക്കുക? ആ സമയം വിശാല മനസ്കനായ സോൾമേറ്റ്, ഓക്കെ നീ പേടിക്കണ്ട, ഞങ്ങൾ 2 സ്റ്റെപ്പ് പുറകില് നിൽക്കാം എന്ന് പറഞ്ഞ് പുറകിലേക്ക് അങ്ങനെ പോവാണ്. പക്ഷേ എന്റെ അഭിപ്രായത്തില് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു സർ. ഇവിടെ ഐസ് ക്ലോസ് ചെയ്ത് റെഡി 1 2 3 പറയുന്നതിനുള്ളിൽ തന്നെ ടേ അവിടുന്ന് നുഴഞ്ഞ് എസ്കേപ്പായി. ഇവിടെ സ്വന്തം ടീം മെമ്പേഴ്സ് തമ്മില് അടിയായി, പ്രത്യേകിച്ച് ജിന്നേടനും കുക്കിയും. ആൻഡ് 4th റൗണ്ടിലും ഇത് തന്നെ, ടേ ഈസിയായി എസ്കേപ്പായി. പോരാത്തതിന് വീണ്ടും ജിന്നേടന്റെ ചന്തിക്കിട്ടൊരു ചുറ്റിക വെച്ച് അടി കൊടുക്കാണ്. അങ്ങനെ ലാസ്റ്റ് റൗണ്ടില് ടേ സോഫയിൽ നിൽക്കാണ്. അപ്പൊ ഓപ്പോസിറ്റ് ടീമിലുള്ള എല്ലാ മെമ്പേഴ്സും ഈ നിപ്പ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ആ റൗണ്ട് സ്റ്റാർട്ടായതും ജിമിൻ പില്ലോയും കൊണ്ട് ഒരു ഓട്ടം ഉണ്ട്. ആ ഓട്ടത്തില് ടേനെ കിട്ടിയോന്ന് വെച്ചാ ഇല്ല, ബട്ട് കിട്ടി. ചിന്നേടന്റെ കയ്യിൽ നിന്ന് അറഞ്ചോ പുറഞ്ചോ അടി കിട്ടി. എങ്ങനെയാന്ന് അറിഞ്ഞൂടാ. സ്റ്റിൽ അതിനിടയിലൂടെ ടേ വീണ്ടും എസ്കേപ്പായി. എന്നാൽ ഇവിടെ സ്വന്തം ടീം കൂട്ടത്തല്ലായി. റൗണ്ട് ഓവറായിട്ടും അടി മാത്രം തീർന്നില്ല, അടിയോടടി. അങ്ങനെ 4 minutes 23 സെക്കൻഡ്സോടുകൂടെ അതിസാഹസികമായി ടീം 2 തോൽക്കാണ്. അങ്ങനെ ദീർഘവീക്ഷകൻ ചിമ്മിനി പറഞ്ഞതുപോലെ ജേക്കെയാണ് ക്ലീനിങ്. പോരാത്തതിന് കൂട്ടത്തിന് ചിമിൻഷിയും ജിന്നേടനും ഉണ്ട്. അങ്ങനെ ആ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും ഭയങ്കര വളവളാന്ന് പറഞ്ഞു പോകുന്നുണ്ട്. സോ ഇത്രയും ഡീറ്റെയിലിംഗ് വേണ്ടാന്നാണെങ്കിൽ അത് നിങ്ങൾ കമന്റിൽ പറയുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.